എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം. +1 അലോട്ട്മെന്റിന്റെ ഫസ്റ്റ് അലോട്ട്മെന്റ് അഡ്മിഷൻ ഇന്നു മുതൽ ജൂൺ 17 വരെ. അഡ്മിഷന് പോകുമ്പോൾ ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ ഏതൊക്കെയാണ് എന്നിങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് തന്നെ പോകാം. ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥിനി ഒരു ദൃശ്യം പഠിക്കേണ്ട മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്ത് കൊടുപ്പത് പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ബെല്ലേക്കാനുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായ ദൃശ്യം ലൈക്കും കൂടി ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനൽ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിനെ വളരെ പ്രധാനമറിയുന്ന നടക്കാം. +1 ഏകജാലക പ്രവേശനത്തിന്റെ ഫസ്റ്റ് അലോട്ട്മെന്റ് അഡ്മിഷൻ ഇന്ന് രാവിലെ 10 മണി മുതൽ തുടങ്ങുകയാണ്. ഇന്ന് രാവിലെ മുതൽ അഡ്മിഷൻ തുടങ്ങിയാണ്. ജൂൺ മാസം 17 വൈകിട്ട് 5 മണി വരെയാണ് പ്രവേശനം ലഭിച്ച സ്കൂളിൽ നിങ്ങൾ ഹാജരാവേണ്ടത്. അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ നിങ്ങൾ ആ കയ്യിൽ കരുതേണ്ട സർട്ടിഫിക്കറ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ആദ്യം അഡ്മിഷൻ എന്ന് പറയുകയാണെങ്കിൽ ജൂൺ മാസം 15 ഇന്ന് രാവിലെ 10 മണി മുതൽ ജൂൺ 17 വൈകിട്ട് 5 മണി വരെയാണ്. അപ്പോൾ അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ കയ്യിൽ കരുതേണ്ട സർട്ടിഫിക്കറ്റുകൾ ഏതൊക്കെയാണ്? ഇപ്പോൾ നിങ്ങളുടെ പ്രധാനമായിട്ടും കയ്യിൽ TC, നിങ്ങളുടെ അലോട്ട്മെന്റിൽ TC വേണം. നിങ്ങളുടെ കോൺടാക്ട് സർട്ടിഫിക്കറ്റ്, സ്വഭാവ സർട്ടിഫിക്കറ്റ് വേണം. അതുപോലെ തന്നെ എന്ത് വേണം? നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലെറ്റർ, നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് സീറ്റ് ലഭിച്ചവർക്ക് ഒരു അലോട്ട്മെന്റ് ലെറ്റർ ലഭിച്ചിട്ടുണ്ടാവും. ആ അലോട്ട്മെന്റ് ലെറ്റർ 2 പേജുള്ള ലെറ്റർ ഉണ്ട്, അത് വേണം. പിന്നെ അതുപോലെ തന്നെ SLC സർട്ടിഫിക്കറ്റ്, നിങ്ങൾക്ക് SLC സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്താൽ മതി? SLC റിസൾട്ട് വന്നപ്പോഴുള്ള മാർക്ക് ഷീറ്റ് ഉണ്ടല്ലോ, അത് കയ്യിൽ കരുതിയാൽ മതി. പിന്നെ NSS, NCC അങ്ങനെ എന്തെങ്കിലും ഉള്ളവർ, സ്പോർട്സ്, ആർട്സ് അങ്ങനെ എന്തെങ്കിലും ഉള്ളവർ ഉണ്ടെങ്കിൽ, SPC, JRC ഒക്കെ പോലെ, സ്കൗട്ട്, ലിറ്റിൽ കൈറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഉള്ളവർ മാത്രം അതിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കരുതണം. അങ്ങനെ ഉള്ളവർ മാത്രം. പിന്നെ SC ST വിദ്യാർത്ഥികൾക്കും OEC വിദ്യാർത്ഥികൾക്കെല്ലാം കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. അത് ജനറൽ വിദ്യാർത്ഥികൾക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. എന്നിങ്ങനെ നിങ്ങൾ എന്തെല്ലാം, പിന്നെ EWS ഉള്ളവർ അങ്ങനത്തെ സർട്ടിഫിക്കറ്റ് എന്നിങ്ങനെയായിട്ടുള്ള ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ കൊണ്ടാണ് ഹാജരാവേണ്ടത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ്. മൈ നെയിം ഈസ് കൃത, ഫൗണ്ടർ സ്ക്രൈബ് ഫോർ ദ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.